ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനധാന്യ സമൃദ്ധി നമ്മളുടെ ഭവനങ്ങളിലേക്ക് വരുവാനുള്ള ഒരു ക്രിയ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഒരുപാട് പേര് ഫോണിൽ വിളിക്കുകയുണ്ടായി, വാട്സാപ്പിൽ വോയിസൊക്കെ ഇടുകയുണ്ടായി. എല്ലാവരും ഈ ക്രിയകളൊക്കെ ചെയ്ത് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷം. പ്രശ്നങ്ങളൊക്കെ അറിയാനൊക്കെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, വളരെ സന്തോഷം. എന്തായാലും നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുന്നതിൻ്റെ കാരണങ്ങൾ ചകഞ്ഞു നോക്കുമ്പോൾ പല പല രീതിയിലുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് മാറ്റം വരുന്നില്ല എന്നുള്ള ഒരു രീതി പലരും പറയുകയുണ്ടായി. അത് വേണ്ടുന്ന രീതിയിൽ പരിഹാര പൂജകൾ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഫലം കിട്ടാത്തത്. വേണ്ടുന്ന രീതിയിൽ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ഏറെക്കുറെ 12 മണിയോട് കൂടിയിട്ടാണ് ഭഗവതിക്ക് ഗുരുതി സമർപ്പിച്ച് അവസാനിപ്പിക്കുക. ഇവിടെ പലരും അതൊന്നും ചെയ്യുന്നില്ല. 10-11 മണിയാവുമ്പോഴേക്കും കർമ്മങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എത്രമാത്രം ഭഗവാനെ ആചരിച്ചു വിളിക്കുന്നുവോ അത്രമാത്രമാണ് അതിൻ്റെ ഫലങ്ങളും നിങ്ങൾക്ക് കിട്ടുക. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് പറയുന്ന ഈ മന്ത്രം പാർവതി ദേവിയുടെ മഹാലക്ഷ്മി ഭാവത്തിലുള്ള ഒരു യന്ത്രം, ധനലാഭസുന്ദരി മന്ത്രം. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഉപയോഗിക്കാം. വീട്ടിൽ കടങ്ങ് വന്ന് മൂടിയിരിക്കുന്ന ആൾക്കാർക്കും ഈ യന്ത്രക്രിയ ചെയ്താൽ മാറ്റം വരും. അതുപോലെ തന്നെ നമ്മൾക്ക് പൈസ കൊടുത്തിട്ട് അത് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളാണെങ്കിലും ആ ആവശ്യങ്ങൾ ഈ യന്ത്രത്തിൽ എഴുതി സൂക്ഷിച്ചാലും അതിനുള്ള ഫലം വരും. മറ്റൊന്ന് കൂടി പറയാന്ന് വെച്ചാൽ, നമ്മൾ ഈ കുറിക്കമ്പനി അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങൾ, ഈ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന ഭാഗ്യപരീക്ഷണങ്ങൾ, കുറിക്കമ്പനി, അവർക്കും ഈ മന്ത്രങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഫലം ചെയ്യും. ഇതെടുത്ത് ലോട്ടറി എടുത്ത് കടം വരുത്തരുത്. കാരണം ലോട്ടറിയിൽ പകുതി ഭാഗം കള്ളത്തരങ്ങളാണ്. ഒരു 6 മാസം മുൻപ് ഒരു ആൾ വന്നായിരുന്നു. വലിയ കടങ്ങളൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിന്. പിന്നെന്താ പറയുക, 10,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി, 25,000 എടുത്തു. അവസാനം വന്നപ്പോൾ ഇത് അടിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ, 50,000 എടുത്തു തുടങ്ങി. കടം ചോദിച്ച് വരുന്നവരോട് പറയും 3 മണിക്ക് തരാം, 4 മണിക്ക് തരാം എന്നൊക്കെ പറയും. ഈ ലോട്ടറി അടിക്കുന്നുള്ള ധൈര്യത്തിലാണ് ആൾ അങ്ങനെ പറയണത്. നല്ല ഉയർച്ചയിലും സാമ്പത്തിക ഭദ്രതയിലും ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ലോട്ടറിയുടെ പിന്നിൽ അധികം പോകരുത്. ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ ഒരെണ്ണമൊക്കെ എടുക്കാം. അല്ലാതെ പണിത് കിട്ടുന്ന എല്ലാ പൈസയും കൊണ്ട് ലോട്ടറി എടുക്കരുത്. അത് കണ്ട് നശിച്ച ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഈ ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്നത് അതിനെ ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് കാശ് മുടക്കി അത്തരത്തിലുള്ള ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്.
ഇന്ന് പറയുന്ന ഈ മന്ത്രം, ധനലാഭസുന്ദരി മന്ത്രം എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പിൻ്റെയോ വെള്ളിയുടെയോ തകിടെടുക്കണം. ആ തകിടിൽ 11 ഉരു ഈ മന്ത്രം ചൊല്ലണം. ആ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ അതിൽ നാളും പേരും എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. നാളും പേരും എന്ന് പറയുന്ന സ്ഥലം, അവിടെ അവരവരുടെ സ്ഥലം, വീട്ടും പേര്, നാള്, പേരൊക്കെ ചേർത്തിട്ട് വേണം സാധ്യം എഴുതാൻ. എന്നിട്ട് മന്ത്രം 11 ഉരു എഴുതണം. 11 ഉരു എഴുതി ശുദ്ധമായ ജലത്തിൽ ഒരു രാവ് ഇട്ട് പിറ്റേ ദിവസം പുറ്റുമണ്ണ് കൊണ്ട് കഴുകി, നാൽപ്പാമര വെള്ളത്തിൽ കഴുകി, കുങ്കുമത്തിലും കഴുകി, രക്തചന്ദനത്തിലും കഴുകിയതിന് ശേഷം ഈ തകിടിൽ ഗുരുതി കൂട്ടണം. ഗുരുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി മിക്സ് ചെയ്തിട്ട് പുരട്ടണം. 2 സൈഡിലും പുരട്ടി പഞ്ചാലങ്കാരം പൂജിക്കുക. പഞ്ചാലങ്കാരം പൂജിച്ച് ഈ തകിടിൽ തൊട്ട് 108 തവണ തൊട്ട് ജപിക്കണം. ഈ തൊട്ട് ജപത്തിന് മുന്നോടിയായി ഈ മന്ത്രം 1,00,000 ഉരു ജപിച്ചിരിക്കണം. ജപിക്കുമ്പോൾ പാർവതി മാതാവ് കയ്യിൽ സ്വർണവും സ്വർണക്കുടങ്ങളുമായി ഇരിക്കുന്ന മഹാലക്ഷ്മിയുടെ പോലെയുള്ള ഒരു രൂപമാണ് നമ്മൾ മനസ്സിൽ വരിക്കേണ്ടത്. ഇനി ഇത് നമ്മൾ പൂജിച്ചു കഴിഞ്ഞ് ഒരു നിവേദ്യം എന്ന രീതിയിൽ ഈ തകിടിൽ തേൻ ഒഴിക്കണം. തേനൊഴിച്ച് മടക്കി ഓട, അതായത് ഈ മുളയര പോലെയുള്ള ഓട എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. ഈ ഓടക്കുഴലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അങ്ങനെയുള്ള ഓടയിൽ വയ്ക്കണം. മുളയിൽ വയ്ക്കരുത്, ഓടയിൽ വയ്ക്കണം. മുളയിൽ വെച്ചാൽ ഫലമുണ്ടാവില്ല. ഓടയിലുള്ളിൽ കറക്റ്റ് വട്ടത്തിൽ ചുറ്റി കൈകൊണ്ട് തെരുത്ത് അതിൻ്റെ ഉള്ളിൽ പാകത്തിന് സെറ്റാക്കി വയ്ക്കണം. ഇത് നമ്മളെ വീടിൻ്റെ അടുക്കളയിൽ തൂക്കിയിടണം. തീർച്ചയായും നിങ്ങളുടെ വരുമാനത്തിന് മാറ്റങ്ങൾ വരും, സമ്പത്ത് വരും. എന്താണോ നിങ്ങളുടെ ആവശ്യം, ജോലിയാണെങ്കിൽ ജോലിയും എഴുതാം. ഭാഗ്യപരീക്ഷണങ്ങൾ, അതായത് കുറിക്കമ്പനി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇത്ര പേരെ നമുക്ക് ചേർക്കണം, ആ ചേർത്തില്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ കുറയും എന്നുള്ള അങ്ങനെയുള്ള ജോലിക്കാരാണെങ്കിൽ, ലോട്ടറി കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലോട്ടറി കച്ചവടമാണ്, ലോട്ടറി വിറ്റ് പോകണില്ല എന്നുള്ളവർക്കും ഈ ധനലാഭസുന്ദരി യന്ത്രം, ധനലാഭസുന്ദരി യന്ത്രം നമുക്ക് ഫലവത്തായി തീരും. എന്തായാലും നമ്മുടെ വരുമാനത്തിൽ മാറ്റങ്ങൾ വരും. ജോലിയില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ജോലികൾ ഉണ്ടാവും. ഐശ്വര്യവൃദ്ധി നമ്മുടെ വീട്ടിൽ വരും. ഞാൻ മന്ത്രം പറയാം. ഓം ഹര ഹര ശ്രീ മൂലബാലേ ശ്രീ പാർവതി. നാളും പേരും. ഈ നാളും പേരും എന്ന് പറയുന്ന സ്ഥലത്ത് അവരവരുടെ പേര് ചേർക്കണം. നാളും പേരും വെള്ളും വെള്ളി ചന്താമരയിൽ ഇരിക്കും ധനലാഭസുന്ദരി എന്നമ്മേ. ഗളലുനീ നിന്നെ ഞാൻ സേവിക്കുമ്പോൾ സർവലോകരും
ഇടം തിരിഞ്ഞു വലം തിരിഞ്ഞും എന്നെ തേടി എനിക്ക് വേണ്ടും ധനം തരിക ധനലാഭസുന്ദരിയേ സ്വാഹ. ഈ മന്ത്രം പാർവതി മാതാവിനെ സ്മരിച്ചുകൊണ്ടാണ് ക്രിയകൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് ചെയ്യേണ്ടത്. അതായത് കാലത്ത് സന്ധ്യയുണ്ട്, ഉച്ചയ്ക്ക് സന്ധ്യയുണ്ട്, വൈകിട്ട് സന്ധ്യയുണ്ട്. 3 സന്ധ്യാസമയമുണ്ടെന്ന് പറയണം. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഈ ക്രിയ ചെയ്യണം. ഈ തൊട്ട് ജപങ്ങളും എല്ലാം ചെയ്യേണ്ടത് ആ സമയത്താണ്. എന്നിട്ട് ഒരു ഓടയുടെ ഉള്ളിലാക്കി നമ്മൾ വീടിൻ്റെ അടുക്കളയിൽ തൂക്കിയിടണം. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി ഐശ്വര്യഭിവൃദ്ധി വന്നു ചേരും. 1,00,000 ജപിക്കുന്നത് എത്ര ദിവസം വേണമെങ്കിലും എടുത്തുകൊണ്ട് ചൊല്ലാം. അതിന് അവധിയില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ 1,00,000 ജപിക്കണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്ര ദിവസം കൊണ്ട് 1,00,000 ജപിക്കണം എന്നൊന്നില്ല. നിങ്ങളുടെ ഒഴിവനുസരിച്ച് എന്തായാലും ഈ മന്ത്രം 1,00,000 ജപിച്ചിട്ട് വേണം ഈ ക്രിയയിലേക്ക് കടക്കാൻ. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഒരുപാട് കാലം അവരുടെ പാദപൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചറിവുകൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ക്രിയകളാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു വ്യക്തി ചോദിക്കേണ്ട ഈ തകിട് എവിടെ കിട്ടുമെന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൂജാ സ്റ്റോഴ്സിലൊക്കെ ഈ തകിടുകൾ വാങ്ങാൻ കിട്ടും. വെള്ളിയുടെ തകിടായിക്കോട്ടെ, ചെമ്പിൻ്റെ തകിടായിക്കോട്ടെ വാങ്ങാൻ കിട്ടും. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബമഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.